ദേവും ജോയും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കിച്ചു പുറത്തുപോയി വരുന്നത്. പെങ്ങളെ, ഇന്ന് പോവാണോ? ഞങ്ങൾ പോയിട്ട് ഇന്ന് തന്നെ പാരു ആങ്ങളെ. ദേവ് അവൻ പറഞ്ഞ അതേ ടോണിൽ പറഞ്ഞു. എന്തായാലും രിച്ചാനെ കെട്ടിയോളായി പെട്ടെന്ന് വന്നേക്കണേ, ഞാനിവിടെ കാത്തിരിക്കും. ഓ ആയിക്കോട്ടെ മോളെ, ഫുഡ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, പുറത്തുനിന്നൊന്ന് വാങ്ങി കഴിക്കല്ലേ, പനിയുള്ളതാ. ശരി മേരി കോച്ചെ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. വേഗം അമ്മച്ചിയുടെ അടുത്തേക്ക് വരണം, അമ്മച്ചി ഇവിടെ കാത്തിരിക്കും. മേരി ദേവുവിന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അതെ എന്റെ മേരി കൊച്ചെ, നമ്മൾ പോകുമ്പോ ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ. ജോ അമ്മച്ചിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു. നീ പോടാ, നിനക്ക് എന്നെ പറ്റി വല്ല ചിന്തയുണ്ടോ? അടിപിടി ഉണ്ടാക്കി നടക്കുക ഏത് നേരം. ഓ ആയിക്കോട്ടെ. അതെ, ഇവളിന്ന് പോയാ പിന്നെ ഞാനേ ഉണ്ടാകൂ, അത് മറക്കണ്ട. നിന്നെ പോലെയല്ല എൻ്റെ കൊച്ച്, എനിക്ക് കാണണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഓ ഒരമ്മച്ചിയും മോളും വന്നേക്കുന്നു, ഞാൻ പോവാം. വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി കയറാൻ പറ അമ്മച്ചിയുടെ മോളോട്. ഞാൻ ചെറുക്ക, കൊച്ചിനെ സൂക്ഷിച്ച് കൊണ്ടുപോണേ, നിന്റെ സ്പീഡ് കൂടിയുള്ള പോക്കൊന്നും പോകരുത്. ആ പിന്നെ പോകുന്ന വഴി കൊച്ചിന് ഡോക്ടറെ കാണിക്കാൻ മറക്കല്ലേ. ചെയ്തോളാം എന്നെ മേരി കൊച്ചേ. ജോ വണ്ടിയിൽ കയറി വിളിച്ചു പറഞ്ഞു. ദേവ് മേരിയോടും കിച്ചുവിനോടും യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ദേവനും അപ്പവും ലീവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ദേവൻ ഓഫീസ് റൂമിലിരുന്ന് അതുവരെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമായിരുന്നു. ഇരുവരും കൊല്ലപ്പെട്ട ഒരേ പാറ്റേണിലാണ്. ഓവർ സെക്സ് ഇഞ്ചക്ഷൻ നൽകി ഒരുപാട് തവണ പീഡനത്തിന് ഇരയാക്കിയാണ് കൊല്ലപ്പെട്ടത്. അതും ഒരാളല്ല, ഒരുപാട് പേര്. പൊതുവെ പെൺകുട്ടികളുടെ മരണം ഇങ്ങനെ കാണാറുണ്ട്, പക്ഷേ ആണുങ്ങളുടെ ഇങ്ങനെ ഒരു മരണത ആദ്യമായിട്ടാണ്. ഡാ ദേവ, കുറെ നേരായാലും ഇതിന് മുന്നിൽ വല്ല തുമ്മും കിട്ടിയോ? കണ്ണൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇല്ലേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ദേവ് മുസിലോടെ പറഞ്ഞു. ഡാ നീ ഇങ്ങനെ ഓവർ സ്ട്രെസ് കൊടുക്കില്ലേ, ഒന്ന് റിലാക്സ് ആയിട്ട് ചിന്തിക്ക്. ആ മുകളിൽ ഇരിക്കുന്നവർക്ക് കൊലപാതകളെ നാളെ തന്നെ പിടിച്ചു കൊടുക്കണം എന്ന പോലെയാ സ്ട്രെസ് തരുന്നത്. ആ എന്തായാലും സാരമില്ല, എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടാതിരിക്കില്ല. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം. അല്ലേട്ടാ, ഏട്ടന് ലീവല്ലേ? ലീവായിരുന്നടാ, ബട്ട് ഇന്നൊരു എമർജൻസി ഓപ്പറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വരും. ഇന്ന് ദേവൂരിൻ്റെ ദിവസമല്ലേ? ഏട്ടാ, ആ മീര എന്നപ്പോൾ ഏട്ടൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുവാണല്ലേ? ആ അവള് വരട്ടെ, നമുക്ക് നോക്കടാ. ജോയും ദേവും കുറച്ച് മുന്നോട്ട് പോയതും ഒരു ക്ലിനിക്കിന്റെ മുന്നിൽ നിർത്തി. ദേവ് അവനും നോക്കി. എൻ്റെ കൊച്ചിന് പനിയുള്ളതല്ലേ, അപ്പൊ ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ പനിയൊന്നുമില്ല, നമുക്ക് വീട്ടിൽ പോകാം. ഏയ് അത് പറ്റില്ല, ഒന്ന് കാണിച്ചേക്കാം. വേണ്ട, എനിക്ക് കുഴപ്പമില്ല, പ്ലീസ് നമുക്ക് പോകാം. എൻ്റെ കൊച്ചി ഒന്ന് ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട് എന്താ? ഒന്നുമില്ല, എനിക്കിപ്പോ പനിയൊന്നുമില്ല, അത് തന്നെ. ആ ശരി പോകാം. ജോ അവളെ നോക്കി മൂളിക്കൊണ്ട് വണ്ടിയെടുത്തു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞതും ജോ അവളെ നോക്കി. ഗ്ലാസ്സിലൂടെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, എൻ്റെ കൊച്ചിന് പേടിയുണ്ടോ? ദേവ് മനസ്സിലാവാതെ അവനെ നോക്കി. എൻ്റെ കൊച്ചിന് ഇഞ്ചക്ഷൻ പേടിയാണോ? ദേവ് ചമ്മയെ ചിരിച്ചിരിച്ചു. അപ്പൊ അതാണ് എൻ്റെ കൊച്ചു ഡോക്ടറെ കാണുന്ന വാശി പിടിച്ചല്ലേ? ഈ ഞാൻ എങ്ങനെ അറിയാം എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന്? എൻ്റെ കൊച്ചിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. ദേവ് അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അപ്പോഴേക്ക് പിണങ്ങിയോ? എൻ്റെ കൊച്ചേ, നിന്റെ ഏടൻ തന്നെ പറഞ്ഞതാ, ഇനി അതിന് പിണങ്ങല്ലേ. ഞാൻ പിണങ്ങിയൊന്നുമില്ല, അല്ലെങ്കിൽ ദേവേട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിക്കും. വീട്ടിലെത്തട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ജോ അവളുടെ പെറുപിറുക്കൽ കേട്ട് ചിരിച്ചു. ദേവനെ നോക്കി മുഖം പെറുപിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ജോ വേഗം വണ്ടിയിലുള്ള സ്റ്റീരിയോ ഓൺ ചെയ്തു. പാട്ട് ഓണായതും ജോയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു. പാട്ടിനോടൊപ്പം ജോയും മൂളാൻ തുടങ്ങി. ദേവുവിന്റെ ചുണ്ടിലും ഒരു ചിരി വിടുന്നു. ജോ കാണാതെ അവളത് മറച്ചു വെച്ചു. അടുത്ത വരി മൂളിയതും ജോ അവളിടം കണ്ടിട്ട് നോക്കി. ദേവുവിൻ്റെ ഉള്ളിൽ പാട്ടിലെ ഓരോ വരിയിലും അവന്റെ കുറുമ്പ് നിറഞ്ഞ മുഖം നിറഞ്ഞു നിന്നു. പാട്ട് അവസാനിച്ചതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി. ജോയുടെ കണ്ണിലെ പ്രണയം ദേവു നോക്കി നിന്നു. ആ നീലമിഴികൾ തന്നിലേക്ക് അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ദേവു ഒരു പുഞ്ചിരിയോടെ അവൻ തോളിലേക്ക് ചാഞ്ഞു. ഐ ലവ് യു ശ്രീ, ഐ ലവ് യു സോ മച്ച്, ലവ് യു മാഡ്ലി. അവളുടെ നെറ്റിയിലും മൂർധാവിലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ ഡ്രൈവിംഗിൽ ശ്രദ്ധ ചൊലുത്തി. അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിരുന്നു. ലവ് യു ചായ, അവൾ പതിയെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ജോ ചിരിയോടെ അവളുടെ വാക്കുകൾ കേട്ടിരുന്നു. അപ്പവും മാളവും ഹാളിലിരിക്കുവാണ്. മാളുവിൻ്റെ കയ്യിലിരിക്കുന്ന പക്കവയുടെ പദത്തിൽ കൈയിട്ട് മാറുവാണ് അപ്പു. ഇടയ്ക്ക് മാളുവിൻ്റെ നോട്ടം കാണുമ്പോൾ വാസന്തിയെ പോലെ ചിരിക്കും. മാളുവിന് കൊതിയാവുന്നെന്ന് പറഞ്ഞപ്പോൾ ലച്ചുണ്ടാക്കി കൊടുത്തതാണ്, പക്ഷെ മുഴുവൻ തിന്നത് അപ്പുവാണെന്ന് മാത്രം.
ദേ അപ്പട്ടാ ഇനി അടുത്ത് ഞാൻ ഉറപ്പായും കാണിക്കും. മാള് പാത്രം മാറ്റിക്കൊണ്ട് അവനോട് പറഞ്ഞു. മാളുട്ടി അങ്ങനെ പറയരുത്. അതെ ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണല്ലോ. അതിന് അപ്പൊ നീ കഴിക്കുന്നതിന് പങ്ക് എനിക്കും തരണ്ടേ? അപ്പു നീ അവളെ എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നിനക്ക് വേണമെങ്കിൽ അവിടെ ഉണ്ടല്ലോ. ചുമ്മാതെ എടുത്തി ഇവൾ ഈ പേരും പറഞ്ഞ് എന്നെ വട്ടം ചുറ്റിക്കുന്നത് കൊണ്ട് ഞാൻ അവളെ വെറുതെ ചുണ്ടി പിടിപ്പിക്കുമല്ലേ. അവസാനം അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി കൂട്ടിക്കോ. ലച്ചോനെ പൂജിച്ച് അമ്മൂനെ തോളിലിട്ട് റൂമിലേക്ക് പോയി. അമ്മൂനെ തൊട്ടിലേക്ക് എടുത്ത് ലച്ചു ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു. കുറച്ചു നേരം ബെല്ലടിച്ചതിന് ശേഷം കണ്ണൻ ഫോണെടുത്തു. ഹലോ ഹലോ, എന്താ വൈഫി, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ വിളിച്ചതേ ഡ്യൂട്ടി കഴിഞ്ഞെങ്കിൽ വേഗം ഇങ്ങോട്ട് വാ. എന്നെ മിസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇത്രയും പെട്ടെന്ന് വരുന്നേ? അത് പിന്നെ എല്ലാവരോടും അവരുടെ ഭർത്താക്കന്മാരെ എൻജോയ് ചെയ്തേക്കുവാ. അപ്പൊ ഞാൻ എൻ്റെ കണവനൊന്ന് വിളിക്കാന്ന് കരുതി. ഓഹോ, എന്നാലും എന്നെ മിസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ലല്ലേ? അത് പിന്നെ മിസ്സിങ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ എനിക്ക് എൻ്റെ ചേക്കൻ്റെ ഹഗ് കിട്ടാൻ ഒരു കൊതി. ചൂട്ടി നീ എന്നെ കൊതിപ്പിക്കുവാണോ? ഞാനെങ്ങ് വന്നാൽ എൻ്റെ പൊന്നുമ്പോൾ താങ്ങില്ലേ? അതിനെൻ്റെ ചേക്കൻ വരുമ്പോഴല്ലേ. അപ്പൊ ഞാൻ വെക്കട്ടെ, ബായ് ഉമ്മ. ലച്ചു മറുപടി കേൾക്കാതെ വേഗം ഫോണ് കട്ട് ചെയ്തു. കണ്ണൻ ഫോണ് കട്ടായി അതിൽ നോക്കി നിന്നു. എമർജൻസിയിൽ രാവിലെ കഴിഞ്ഞത് കൊണ്ട് കണ്ണൻ ഫ്രീ ആയിരുന്നു. അപ്പോഴാണ് ലച്ചുവിൻ്റെ കോള് വന്നത്. ലച്ചുവിൻ്റെ സംസാരം കേട്ടപ്പോൾ പിന്നെ കണ്ണൻ അവിടെ ഇരുന്നില്ല. വേഗം എഴുന്നേറ്റ് കാറിൻ്റെ കീ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. പോകും മുന്നേ നേഴ്സിനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ നടന്നവൻ ആ കൊച്ചു വീടിന് മുന്നിലെത്തി. കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്നു. കളിയും ചിരിയും പരിഭവങ്ങളും സന്തോഷം നിറഞ്ഞ വീട് ഇന്ന് ശ്മശാന മൂകത നിറഞ്ഞു നിൽക്കുന്നു. ചുവരിൽ തപ്പിപ്പിടിച്ച് ലൈറ്റിട്ടു. ഹാളിലെ ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോകളിലേക്ക് അവൻ്റെ കണ്ണുകൾ നീങ്ങി. ഒരു കുഞ്ഞു ഫാമിലി ഫോട്ടോ, അച്ഛൻ്റെയും അമ്മയുടെയും ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു പയ്യനും. ആ ഫോട്ടോയിൽ നോക്കിയാൽ തന്നെ അറിയാം അത്രയും സന്തോഷം നിറഞ്ഞ കുടുംബാണെന്ന്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ തോളിലാരോ പിടിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു ചുവന്ന് കലങ്ങിയിരുന്നു. ഡാ, എൻ്റെ ഒറ്റക്കാക്കി അവർ പോയില്ലേ? ഈ വീടിൻ്റെ ഏതെങ്കിലും കോളിൽ ജീവിച്ച് തീർക്കായിരുന്നില്ലേ? പിന്നെ എന്തിനാ അവരങ്ങനെ ചെയ്തത്? എന്നെക്കുറിച്ച് ഓർക്കാതെ അവർ സ്വന്തം ഇഷ്ടം നോക്കി പോയില്ലേ? പോയതല്ലല്ലോ, പോകാൻ കാരണം മറ്റു ചിലരല്ലേ. ഇവരെ നമുക്ക് നഷ്ടമാവാൻ കാരണമായവരെ ഒരാളെയും വെറുതെ വിടരുത്. ഓരോരുത്തരെയും തേടി പിടിച്ച് കണക്ക് തീർത്തിരിക്കണം. അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അവരവർ ചെയ്യുന്ന പാപത്തിനുള്ള ഫലം അവനവൻ തന്നെ ലഭിക്കും. ദേവുവും ജോയും കുറച്ചു ദൂരം പോയതും അവൻ വണ്ടി നിർത്തി. ദേവുവിന്റെ തോളിൽ ചാരി ഉറങ്ങുകയാണ്. അവൻ മെല്ലെ അവനിൽ നിന്നും അടുത്ത സീറ്റിലേക്ക് കിടത്തി. അവൻ അവളെ നോക്കി. കൊച്ചുകുട്ടികളെ പോലെ ഉറങ്ങുന്ന അവളെ കണ്ടതും അവളോട് വാത്സല്യം നിറഞ്ഞു. ഒപ്പം അവളോടുള്ള പ്രണയവും കണ്ണിൽ തിളങ്ങി. അവളുടെ മൂക്കിൽ തുമ്പിൽ തിളങ്ങുന്ന മൂക്കൂത്തി കണ്ടതും അവൻ അതിൽ ചുണ്ട് ചേർക്കാൻ തോന്നി. അവൻ മെല്ലെ കൈകൾ ഉയർത്തി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികളെ മാറ്റി മെല്ലെ കുനിഞ്ഞ ആ മൂക്കിൻ തുമ്പിൽ മെല്ലെ മുത്തി. അവൾ മെല്ലെ ഒന്ന് കുറുകിയതും അവൻ വേഗം സീറ്റിലേക്ക് നേടിയിരുന്നു. പിന്നെ പതിയെ അവൾ വിളിച്ചു. ശ്രീ, ശ്രീ എഴുന്നേൽക്ക്. കുറച്ചു നേരം കൂടെ അച്ഛേ. ഓഹോ, അപ്പൊ കൊച്ചു വീട്ടിലാണെന്നാ വിചാരം, ജോ മനസ്സിൽ പറഞ്ഞു. ജോ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ ചെവിയിൽ ചുണ്ട് ചേർത്തു. ഇച്ചായൻ്റെ കൊച്ചു എഴുന്നേറ്റ്, ഇല്ലെങ്കിൽ ഇച്ചായൻ കൊച്ചിനെ പിടിച്ച് പലതും ചെയ്ത് കളയും. ജോ അത് പറഞ്ഞതും ദേവ് വേഗം ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. അവളുടെ മുഖം കണ്ടതും ജോ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ ചിരി കണ്ട് അവൾ ആദ്യം നോക്കി നിന്നു. പിന്നെ കുറുമ്പോട് അവനെ തല്ലാനും പിടിക്കാനും തുടങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ തടഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അവളെ തടഞ്ഞ് അവളുടെ കൈകളെ പിടിച്ചു. മാതി കൊച്ചി എന്നെ തല്ലിയത്, നിന്റെ കുഞ്ഞി കൈ വേദനിക്കും, എന്നെ കാളിയാക്കിയിട്ടില്ലേ? അവൾ കുറുമ്പോടെ പറഞ്ഞു. ഛേ, എൻ്റെ കൊച്ചിനെ ചേൻ കാളിയാക്കൂ. എന്നതായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് തല്ലുകൂടാം, എന്നാലും എൻ്റെ കൊച്ചിന് എനർജി ഉണ്ടാകൂ. അവൻ അവളുടെ കൈ വിട്ടുകൊണ്ട് പറഞ്ഞു. ദേവ് മുഖം വീർപ്പിച്ച് അവനെ നോക്കി. എൻ്റെ ചീക്കൂട്ടിയല്ലേ, മുഖം വീർപ്പിക്കാതെ. എൻ്റെ കൊച്ചു വന്നേ, ഞാൻ ഫുഡ് എടുത്ത് തരാം. അവൻ പുറത്തേക്ക് ഇറങ്ങി. അമ്മച്ചി തന്ന ഫുഡ് എടുത്ത് അവളെ പിറകിലെ സീറ്റിലേക്ക് ഇരുത്തി കൈ കഴുകാൻ വെള്ളം കൊടുത്തു. അവൾ പൊതിഞ്ഞ ചോറെടുത്തു. പൊതിച്ചോറിൻ്റെ മണം കേട്ടതും അവളുടെ വായിൽ വെള്ളം നിറഞ്ഞു. അവൾ രുചിയോടെ കഴിക്കാൻ തുടങ്ങി. ജോ ചിരിയോടെ അവൾ കഴിക്കുന്നത് നോക്കി നിന്നു. അവൾ നോക്കിയപ്പോൾ ജോ അവളെ നോക്കി നിൽക്കുന്നത് കണ്ട് അവന് നേരെ ഒരു പിടി നീട്ടി. ജോ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ കണ്ണും ചിമ്മി കാണിച്ചതും അവൻ ചിരിയോടെ വായ തുറന്ന് അത് മേടിച്ചു. അവൻ്റെ അതിരം അവളുടെ വിരലിൽ തട്ടിയപ്പോൾ അവൾ പിടഞ്ഞു പോയി. ശരീരത്തിലൊരു തരിപ്പ് കയറിയത് പോലെ. അവളുടെ പിടപ്പ് ജോ അറിഞ്ഞതുപോലെ അവളുടെ വിരലിലൊന്നും നുണഞ്ഞു. ദേവി വേഗം കൈ വലിച്ചവനെ നോക്കാതെ കഴിച്ചു. അതെ, എനിക്കും വേണം, ജോ പതി അവളോട് പറഞ്ഞു. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവന് നേരെ വീണ്ടും കൊടുത്തു.
അവൻ കുറുമ്പോടെ അവളെ നോക്കിയത് വായിലാക്കി. ദേവൻ കുറച്ചു നേരം വീട്ടിലിരുന്ന് അഞ്ജുവിനെ കാണാൻ ഇറങ്ങിയതാണ്. ഫോൺ വിളിച്ചാലും പെണ്ണധികം സംസാരിക്കില്ല. ചെക്കൻ്റെ കലിപ്പ് തന്നെയാണ് കാരണം. അതുകൊണ്ട് പെണ്ണ് മിണ്ടാതെ അവൻ്റെ കലിപ്പ് തീരും വരെ ഫോണ് കയ്യിൽ പിടിച്ച് അവൻ പറയുന്നത് മൂളി കേൾക്കും. ദേവൻ അഞ്ജുവിൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി. അഞ്ജുവിൻ്റെ അമ്മ മുറ്റത്ത് ചെടി നനക്കുന്നുണ്ടായിരുന്നു. ദേവൻ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ വരുന്നത് നേരത്തെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് അവൾ റെഡിയായി നിന്നിരുന്നു. മോനകത്തേക്ക് കയറുന്നില്ലേ? ഇല്ലമ്മ, ഞങ്ങൾ എന്തായാലും പോയി വരാം. വരുമ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ചായ കൂടി കുടിച്ചിട്ടേ പോകൂ, ദേവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും മഞ്ജു അകത്തിന്ന് വന്നു. ദേവനും മഞ്ജുവും അമ്മയോട് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി.